ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ കിളിമീൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ആദ്യമേ നമുക്ക് ഒരു മുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇനി ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണായതേ, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതെല്ലാം ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വറുത്ത പൊടിച്ച പൊടിയാണ്, മഞ്ഞൾപ്പൊടിയല്ല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടിയെടുക്കാം, ചൂടാക്കിയെടുക്കാം. നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഇത് ചൂടായേ. ഇനി ഇത് ഗ്യാസ് ഓഫാക്കാം. ഇതൊന്ന് തണുക്കട്ടെ. ഇനി ഇതിനകത്ത് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് ഇത് ഇവിടെ നടക്കട്ടെ. ഇതിനകത്ത് 1 മുറി തേങ്ങ അത് ഇതിന് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 4-5-6 ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി അതിട്ട് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചൂടാക്കി വെച്ചിരിക്കുന്നില്ലേ ആ പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇപ്പോൾ ഈ അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് മിക്സ് കഴുകി കുറച്ച് വെള്ളമോട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിന് അരപ്പിന് എത്ര അരപ്പ് വേണോ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇത് അടുപ്പ് കത്തിക്കേ. ഇത് അടുപ്പിലോട്ട് വെക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കേണ്ടി വരും. ഞാൻ കുറച്ച് വെള്ളമോട്ട് ഒഴിക്കട്ടെ. അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അതെ, ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇനി ഇതിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ മീനിൻ്റെ അരപ്പ് തിളക്കമെന്ന് നോക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് കുറച്ച് ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത്, നീളത്തിലോ എങ്ങനെ അരിയാം അതിട്ട് കൊടുത്ത്. പിന്നെ 2 പച്ചമുളക് അത് ഇട്ട് കൊടുത്ത്, 2 തണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുത്ത്, മീൻ ആവശ്യമുള്ള ഉപ്പേ അതും ഇട്ട് കൊടുത്ത്, ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. ഈ തിളച്ച അരപ്പിലോട്ട് ഈ മീനില്ലേ മീനിട്ട് കൊടുക്കാം.
ഇത് കിളിമീനാണ്. ഏത് മീനിലും ഉണ്ടാക്കാം. പക്ഷെ ചില മീനൊക്കെ നമ്മൾ തവി ഇടുമ്പോഴേ അങ്ങ് പൊടിഞ്ഞു പോകും, പ്രത്യേകിച്ച് കിളിമീൻ. ചൂരയ്ക്കൊന്നും വലിയ പ്രശ്നമില്ല. അപ്പം നമുക്കിടാം, കാര്യം ഇട്ട് കൊടുത്തല്ലേ ഉള്ളൂ. മീനിട്ട് ഇനി ഇതിൻ്റെ പുറത്ത് ഒരു 2 തക്കാളി അത് അരിഞ്ഞത് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നിന്നിരിക്കുമല്ലേ ഇതെല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്ക് ഒന്ന് തിളച്ചിട്ട് നമുക്ക് തീരെ സിമ്മിലിട്ട്, അല്ല ഇതിനിടയ്ക്ക് ഒന്നുകൂടി തുറക്കണം, സിമ്മിലിട്ട് വെക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് തുറന്നിട്ട് ഇതിന് പുളി വേണം. ഇപ്പോൾ 2 തക്കാളിയല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഇച്ചിരി പുളിയും കൂടെ ഒഴിക്കണേ. അത് ഒന്ന് തിളച്ച് ഒരു പാതി വേകുമ്പോൾ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ മീൻ നോക്കേ, ഒരു 4 മിനിറ്റായി ഇപ്പം. ഞാൻ തിളച്ചിട്ട് തീരെ കുറച്ചിട്ട് ഒരു 4-5 മിനിറ്റായി. ഇനി ഇതൊന്ന് എടുത്തേ. ഇതിനകത്ത് ഇനി ഇങ്ങനെ തിളച്ച് മീൻ വേവണേ. കാര്യം അല്ലെങ്കിൽ ഉപ്പും പുളിയും ഒന്നും പിടിക്കില്ല. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പുളി, ഇപ്പം ഞാൻ 1 ടീസ്പൂണാണ് ഇടുന്നത്. കണ്ടോ, പിഴുപുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തവി ഇട്ടൂടെ. ഞാനൊന്ന് കറക്കട്ടെ. പ്രത്യേകിച്ച് കിളിമീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇനി ഇതിങ്ങനെ കിടന്ന് ഈ ചെറിയ തീയിൽ ഇതുപോലെ ഒരു 6 മിനിറ്റ് കൂടെ കിടന്ന് വേവട്ടെ. തീ കുറച്ച് കിടക്കട്ടെ ഇങ്ങനെ. നമ്മളെ മീനൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനി താളിക്കാം. നമുക്ക് കുട്ടിച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഇതിനകത്ത് ഒരു 3 പച്ചമുളക് 2ആയിട്ട് പുലർന്നിട്ട് കൊടുത്തേ. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇതിനകത്ത് 2 നണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുക്കാം. ഈ കുത്തി എടുപ്പം, അതുകൊണ്ട് ഇവിടെ ചൂടാവത്തില്ലേ. ഇതൊട്ട് ഈ മീനിനകത്ത് ഇതൊഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ അടച്ചിട്ടേക്ക് ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മളെ മീൻ കറി നോക്കാം. എല്ലാം റെഡിയായി. 4 മിനിറ്റ് ഒന്നും എടുത്തിട്ടില്ല, ഞാനൊരു 2 മിനിറ്റ് എടുത്തു. കാര്യം വിശപ്പിൻ്റെ ആധിക്യം കാരണം 2 മിനിറ്റ് വെട്ടി കുറച്ചു. ഓക്കെ, ഈ താളിച്ച എണ്ണയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്നും പൊടിഞ്ഞിട്ടില്ല കേട്ടോ, അത് ഈ തവിയിട്ട് ഇളക്കാത്തതുകൊണ്ടാണ്. ചുറ്റിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇത് മണമെന്നറിയാവോ, നല്ലൊരു മണം. ഞാൻ നോക്കി ഇളക്കേ. ഞാനിപ്പോൾ ഇനി എങ്ങോട്ടും മാറ്റുന്നില്ല, ഇത് ഈ തന്നെ ഇരിക്കുകയാണ്. കാര്യം എൻ്റെ ഇളക്കിൽ മീൻ പൊടിയാൻ വലിയ ചാൻസ് ഉണ്ടേ. എന്ത് ഈ ഒരു മീൻകറിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലേ ചോറ് കഴിക്കുന്നതറിയില്ല. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.